ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. ദൂരെ ദൂരെ മിഴി തോരാതെ താരങ്ങൾ പാടുന്നേതോ ഒരു നോവും നിലാവിൻ നീണം. തിരി താഴുന്നോരാ നിന്നോർമകളിൽ ഞാൻ നിഴൽ പോലുമായിലയോ. അകലാതെ പകൽ പോകെ ഇടനെഞ്ചിൽ മുറിവേൽക്കും ആകാശമാ. ഇരുളായി മറയേ മായും കിനാവിൻ്റെ മൗനങ്ങളിൽ തനിയേ നനയേ. ഓമൽ കൈയാലിനിയെന്നും സ്വപ്നം പോലെ വിരിയാനായി സഖി നിന്നെ തിരയുന്നു ഞാൻ. അകലാതെ അകലും നിൻ കാലൊച്ച കേൾക്കുന്നു ഞാൻ. പകൽ പോകെ ഇടനെഞ്ചിൽ മുറിവേൽക്കും ആകാശമാ. ദൂരെ ദൂരെ മിഴി തോരാതെ താരങ്ങൾ പാടുന്നേതോ ഒരു നോവും നിലാവിൻ നീണം. ഞങ്ങളുടെ
നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥിതി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജ്ഞാനത്തിന്റെ സിംഹാസനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹനാദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വിശിയാനന്ദം തന്ന പൊന്നേളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അമ്മ അവൻ്റെ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദയുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവെ, പ്രത്യേകിച്ച് അങ്ങേക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരഹൃദയത്തിൻ്റെ ഈ മാസത്തിൽ സഭയിലെ പ്രത്യേകമായ ഒരു കുടുംബം രൂപപ്പെടാൻ അങ്ങ് പ്രത്യേകമായ ക്രമീകരണം നൽകിയവർ നന്ദി പറയുന്നതിന് ഈശോയെ കാതലിൻ്റെയും ചുറ്റിൻ്റെയും ജീവിതത്തിൽ അവിസ്മരണീയമായ പ്രത്യേകമായി തിരഹൃദയത്തിന് പ്രതീക്ഷിക്കപ്പെട്ടുള്ള ഈ മാസം ഈശോ ഇവരായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും, ഇവർ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിന് പ്രത്യേകമായ വിധത്തിൽ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഇവരുടെ ജീവിതം കൊണ്ട് കർത്താവെ സമാധാനവും ശാന്തിയും നൽകാൻ അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കർത്താവെ, ഞങ്ങളുടെ യാത്രയാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ഞങ്ങളുടെ വാഹനങ്ങൾക്കും എല്ലാ ക്രമീകരണങ്ങൾക്കും
എല്ലാ നടപടിക്രമങ്ങൾക്കും കർത്താവെ ഒരു കുറവും വരുത്താതെ പ്രത്യാശാപൂർവ്വം അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ അവിടുത്തെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ നിയമത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുന്നുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറ്റിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിലെ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ദർശനം യേശുനാഥാദയാപരാ ഏകണേ നിൻ കൃപാവരം പാടുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ ദേവാ നിൻ ദിവ്യ സങ്കീർത്തനങ്ങൾ നീ തെളിക്കുന്നു ദീപങ്ങൾ നിത്യം ഇരുളാർന്ന ഹൃദയങ്ങളിൽ യേശുനാഥ ദയാപരാ തേടുന്നു നിൻ ദർശനം യേശുനാഥ ദയാപരാ ഏകണേ നിൻ കൃപാവരം ആരുണ്ടനാഥരിപ്പാരിൽ നാഥാ നിൻ സ്നേഹം എന്റെ സുത്യർഹമായ ദൃഢത്തിന്റെ ആരാധ്യവും അനീയവുമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ യാതൊരു നിങ്ങളുടെ നടപടി കൊണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി വീഴുന്നതോ സ്വർണം അണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ഭാഗ്യമായിരിക്കരുത് നിങ്ങളുടെ പരിശ്രമം. പ്രത്യുത സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന അക്ഷയമായ പുസ്തകത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ നിഗൂഢ മനുഷ്യനായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷിച്ച് അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയപ്പെട്ടിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവരുടെ മക്കളായി കഴിയും. അതുപോലെ ഭർത്താക്കന്മാരെ സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരുടെ വസിക്കുക. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളുടെ ഉൾപ്പവകാശങ്ങളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. അവസാനമായി നിങ്ങളെല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര സ്നേഹവും ദയയും വിനയും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മറിച്ച് നിന്ദിക്കുന്നവരെ പറ്റി എന്നാൽ സംസാരിക്കുക. ഇതിനൊന്നും നിങ്ങൾ
ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി പൂക്കളോ പുലരിയോ പ്രണയചന്ദ്രികയോ ചന്ദനക്കാറ്റോ താരകത്തെല്ലോ ദേവതമ്പുരുവോ ആരിവൾ കേകി സ്നേഹമുഖം ആരിവൾ കേകി പ്രിയമൊഴുകും വീണയിൽ തുളുമ്പുമീ ജീവസംഗീതം മൗനം സംഗീതം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി തീരമോ തരംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയ മുരളികയോ
ആരെനിക്കേകി ഈ മധുരം, ആരെനിക്കേകി പൊൻകനവിൽ വിടരുമീ പൂവിലെ തീരാ മധുരം, എന്നും മായ മധുരം. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കൊളിര്, കനവിലൊരോമൽ കൊളിര്. ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചിന്ത്. എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമേ നെഞ്ചിൽ നിറയും. മഴനില കുളിരുമായി. മാഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകളിൽ. കണ്ണടച്ചാലും ഉള്ളിലാരോ രാഗം പാടും ഇരവുകളിൽ. മലരുകൾ പൂക്കാതെ മലരിലും മാറ്റൂടെ. ഹൃദയമറിയും പുതിയ മൃദുലഗന്ധം. മഴനില കുളിരുമായി. വേനൽ തൂവൽ വീശും. ചിറകിലല്ലാതെ നമ്മൾ നീലാകാശം പോകും ചില നിമിഷം. ചില്ലു കണ്ണാടി നോക്കുമെന്നിൽ നിന്നെ കാണും ചില നിമിഷം. ശംഖിലെ കടൽ പോലെ നെഞ്ചിലെ അനുരാഗം. അലകളിളകി ഉയിരു തഴുകും നേരം. മഴനില കുളിരുമായി. വേനൽ തൂവൽ വീശും. മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും. ഏതോ സുഖമേ നെഞ്ചിൽ നിറയും.
മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോ മൽക്കുരുന്നും മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കണ്ടു കണ്ടു കണ്ടിനിയും മതിയായിവരെ പൊന്നിൻ കിരണമാം തിലകം തൊട്ടും കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴത്തൂ ഓമനകളെ എൻ നെഞ്ചത്തുടിപ്പിൽ തേൻ ചിന്തി പറക്കും മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി മാറി പെയ്തു പെയ്തു വരും വെയിലും മഞ്ഞും വരും ചൊല്ലും വാൻകിളി അരികെ വരൂ വരൂ കാറ്റിനുലയാതെ ചേർന്നു കഴിയാ സ്നേഹമണി നാരിൽ കോർത്തുമെനയും എൻ ചല്ലക്കൂടല്ലേ ഞാനെന്നും കൂട്ടില്ലേ മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോ മൽക്കുരുന്നും മാറിവിൽ കൂട നീർത്തും മാനസം തണലാക്കി എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കുടിവച്ചേ മാറിലേ ചൂടിനാലോ മുഖമാം നോക്കിനാലോ കാറ്റിലേ വീർപ്പിനാലോ തൂവയിൽ ചുണ്ടിനാലോ മന്ദാരമേ നിന്നോട് ഞാൻ മിണ്ടാതെ മിണ്ടില്ലേ എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെൺമുത്തേ അശ്രുവിലാളും പുഞ്ചിരിയായി ഞാൻ നിന്നെ കുടിവച്ചേ നിറച്ചേ
വന്നു രാവിൽ കാവൽ മേഘമെന്ന പോലെ മുന്നിൽ നിന്നെ നോക്കി നിന്നു മുന്നിലീ ഞാൻ. ഒരു മറവിയിലകലരുതേ നീ, പുലരൊളിയുടെ നിറവല്ലേ, ഇനിയൊരു കഥ പറയാം ചെവിയിൽ. എന്നാത്മാവിൻ അലയാഴി നീയാം കര തേടി, കര തേടി എന്റെ മനസ്സിൻ ചിപ്പിയിലെന്നോ വന്നൊരു വെണ്ണ